Question നോക്കുക. The maximum and minimum distance of a comet from the sun are 8 into 10 raised to 10 meter and 1.6 into 10 raised to 12 meter respectively. If the speed of the comet of the nearest point is 6 into 10 raised to 4 meter per second, the speed at the furthest point is option 1 1.5 into 10 raised to 3 meter per second, option 2 6 into 10 raised to 3 meter per second, option 3 3 into 10 raised to 3 meter per second, option 4 4.5 into 10 raised to 3 meter per second എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കണ്ടീഷനും അനുസരിച്ചിട്ട് ഇത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഞാനിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. ഇതാണ് പോയിന്റ്, ഇവിടെയാണ് സണ്ണ്. ഇതാണ് എൻ്റെ എന്തെന്ന് പറയണത് മിനിമം ഡിസ്റ്റൻസ്, 6 മിനിമം എന്ന് പറയണത്. ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ളതാണെന്ത് 6 മാക്സിമം എന്ന് പറയണത്. എൻ്റെ പ്ലാനറ്റ് ഈ ഒരു പൊസിഷനിൽ വരാം, അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിൽ വരാം. ഈ പൊസിഷനിൽ വരുന്ന സിറ്റുവേഷനിൽ എൻ്റെ പ്ലാനറ്റിൻ്റെ വെലോസിറ്റി v1 ആണ്. ഈ പൊസിഷനിൽ വരുമ്പോഴുള്ള പ്ലാനറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, v2 ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. പ്ലാനറ്റിൻ്റെ മാസ് m ആണ്, ഈ മാസ് m ആണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആംഗുലാർ മൊമെൻറ്റം L1 ആണ്. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് L2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, കൺസേർവ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ആംഗുലാർ മൊമെൻറ്റം L1 ഈസ് ഈക്വൽ ടു ആംഗുലാർ മൊമെൻറ്റം L2 എന്ന പേരിൽ പറയാം. സോ m ഇൻറ്റു v1 6 മിനിമം ഈസ് ഈക്വൽ ടു m ഇൻറ്റു v2 6 മാക്സിമം എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. സോ ഇവിടെ m ഉണ്ട്, ഇവിടെ m ഉണ്ട്, അത് വെട്ടിക്കളയുക, ദെൻ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും, v2 ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 6 മിനിമം v1 ഡിവൈഡഡ് ബൈ എന്തെന്ന് പറയാൻ പറ്റും 6 മാക്സിമം. 6 മിനിമം എന്ന് പറയുകയാണെങ്കിൽ അത് 8 ഇൻറ്റു 10 raised to 10 ആണ്. v1 എന്ന് പറയുകയാണെങ്കിൽ 6 ഇൻറ്റു 10 to the power 4 ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10 to the power 12. സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 10 to the power 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന റിസൾട്ടായിരിക്കും നമുക്കവിടെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കുക. അത് ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ്, 3 ഇൻറ്റു 10 raised to 3 മീറ്റർ പെർ സെക്കൻഡ്. സോ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് 3 ഇൻറ്റു 10 raised to 3 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ ആൻസറായിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.